ഉണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വളരെ ശരിയായ കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് എന്റെ ഒരു അഭിപ്രായം, എന്റെ ഒരു അനുഭവം എന്നുള്ള അഭിപ്രായം, തീർച്ചയായും ജീവിതത്തിൽ ആഘോഷങ്ങൾ വേണം. ആഘോഷങ്ങളെ മാറ്റിവെക്കരുത്. ചെലവ് ഗുരുദേവൻ പറഞ്ഞ പോലെ കരിയും കരിമരുന്നും ഒക്കെ വേണം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ അത് നമ്മുടെ ഒരു വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊക്കെ തീരുമാനിക്കാവുന്നതാണ്. വലിയ വലിയ വട്ടല സദ്യ നടത്തണം, അതൊക്കെ നമ്മൾ തീരുമാനിക്കാം. അതിലൊക്കെ ഏറെ കുറച്ചുകളൊക്കെ അത് നമ്മളുടെ തീരുമാനിക്കുന്നത്. പക്ഷെ ആഘോഷങ്ങൾ, സത്ത ചോർന്നു പോകാത്ത ആഘോഷങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ പുതിയ കാലഘട്ടത്തെ പറ്റി പറയുമ്പോൾ പുതിയ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? ഒരു പ്രശ്നം, നമ്മളെല്ലാവരും തിരക്കിലാണെന്നുള്ളതാണ്. കൂട്ടായ്മകൾ ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു പ്രശ്നം തീർച്ചയായിട്ടുമുണ്ട്. കുടുംബങ്ങളിലും കൂട്ടായ്മകൾ ഇല്ലാതെ വരുന്നു എന്നുള്ളൊരു പ്രശ്നം തീർച്ചയായിട്ടുമുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന പ്രദേശം വളരെ കുഗ്രാമമായ പ്രദേശം. പക്ഷെ ഞങ്ങളുടെ നാട്ടിൻ പുറത്ത് പോലും ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോവുക, വീട്ടിൽ ചെല്ലുക, സംസാരിച്ചിരിക്കുക, എന്തെങ്കിലുമൊക്കെ നാട്ടുകാരിൽ പറയുക, അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നെങ്കിൽ ആ സംഗതി ഇന്ന് ഏതാണ്ട് ഇല്ലാതായിരിക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. സമയമില്ല എന്നൊക്കെ പറയാവുന്ന സമയമില്ലാതിരുന്നൊരു കാര്യം. സമയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മൾ സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് അതിന്റെ പ്രശ്നം. നമ്മളെല്ലാവരും അത് കുറ്റവാളിയാണ്. ഈ പാരമ്പര്യം ഞാനും അങ്ങനെ തന്നെയാണ്. ഞാനും വീട്ടിലുള്ള സമയത്ത് ബന്ധു വീട്ടിൽ പോവുക, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോവുക, അല്ലെങ്കിൽ നമ്മൾ സംഘത്തിൽ കൂടി പരിചയിച്ചവരാണ്. നൂറ്റാണ്ട് കാലത്തിലധികമായിട്ട് സംഘപരിചയരായ ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ സമ്പർക്കം എന്നുള്ള സംഘമാണ് ഒരു കലയായി വളർത്തേണ്ടത്. പക്ഷെ ഒരു ഉദാസീന മനോഭാവമാണ് കാര്യത്തിൽ ഞാൻ ഉൾപ്പെടെ ആളുകൾ പുറത്തുന്നത്. ഞാനിപ്പോ മറ്റെന്തെങ്കിലും കാര്യം ചെയ്തു, അല്ലെങ്കിൽ അത് ചെയ്തു, ഇത് ചെയ്തു, സമയം കളയുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ വളരെയധികം, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഈ കൂട്ടായ്മകൾ ഇല്ലാതാവുന്നു, ഈ പരസ്പരമുള്ള വരവ് പോക്കുകൾ ഇല്ലാതാവുന്നു, സൗഹൃദങ്ങളുടെ ഊഷ്മളത നഷ്ടപ്പെടുന്നു. ഈ ഒരു വളരെ ഗുരുതരമായ സാഹചര്യമുണ്ട്. പൊതുവെ സമൂഹം